എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഏത് കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോഴേക്ക് ഏത് കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വെൽക്കം ടു ദി വീഡിയോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് അൺലേൺ വിത്ത് അജ്മൽ എന്ന ഈ ചാനൽ. ഓക്കെ, സോ ഈ സ്കോപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ ആളുകൾക്കും ചിലപ്പോൾ ഓരോ പോലെ ആവാം. കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോബായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പ്രോമിസിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ജോബായിരിക്കും, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ജോബായിരിക്കാം, പല രീതിയിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഏത് കോഴ്സിനാണ് ഏറ്റവും സ്കോപ്പ് എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ നമ്മൾ എഞ്ചിനീയറിംഗിലോട്ട് പോകുമ്പോൾ ഇന്നൊരാൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു AI റിലേറ്റഡ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ട്, അപ്പുറത്തൊരു മാനുഫാക്ചറിംഗ് റിലേറ്റഡ് മേ ബി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ട്. ഏതിനാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ഡെഫിനറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കാരണം അത് റാപ്പിഡ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതിന് ഒരുപാട് ഫീൽഡുകളിൽ അപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഒരുപാട് ഏരിയാസിൽ നമ്മൾ കൂടുതൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നേരെ മറിച്ച് ഒരു മാനുഫാക്ചറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി സ്റ്റാഗ്നൻ്റ് ആണ് എന്ന് കാണാൻ സാധിക്കും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, ഇങ്ങനെ നമ്മൾ അപ്പോൾ AIക്കാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്, AIയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, അവിടെ നല്ല ശമ്പളം കിട്ടുന്നു എന്ന് വിചാരിച്ച് ഒരാൾ AIയിലോട്ട് പോയാൽ അയാൾ അവിടെ എക്സൽ ചെയ്തു കൊള്ളണം എന്നുണ്ടോ? അവിടെയാണ് ഒരാളുടെ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല മാത്തമാറ്റിക്കൽ സ്കിൽസ് വേണം, അതേപോലെ നല്ല കോഡിംഗ് സ്കിൽസ് വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഇതില്ലാത്ത ആളുകൾ AIയിലോട്ട് പോയാലോ അയാൾക്ക് മേ ബി ഒരു പ്രൊഡക്ഷൻ റിലേറ്റഡ് സ്കിൽസ് അല്ലെങ്കിൽ ഡ്രോയിങ് റിലേറ്റഡ് സ്കിൽസ് ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് എന്താണ്, അപ്പോൾ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും ചിലപ്പോൾ അയാൾക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുക, അല്ലേ? അപ്പോൾ ഈ ഒരു നമ്മുടെ സ്കിൽസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അപ്പോൾ ഏത് കോഴ്സിനാണ് സ്കോപ്പ് എന്നുള്ള നിലക്ക് എന്നതിനേക്കാളും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ സ്കിൽ സെറ്റിന് യോജിച്ച കോഴ്സ് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും എക്സൽ ചെയ്യാൻ പറ്റിയ ഏരിയ ഏതാണ്, ആ ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൽസ്, പേഴ്സണൽ സ്കിൽസ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ പല ആളുകൾക്കും പല സ്കിൽസ് ഉണ്ടാവും. ചില ആളുകൾക്ക് നന്നായിട്ട് മേ ബി ചിത്രം വരയ്ക്കാൻ സാധിക്കും, ചില ആളുകൾക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ സാധിക്കും, ചില ആളുകൾക്ക് നല്ല മാത്തമാറ്റിക്കൽ സ്കിൽസ് ഉണ്ടാവും, ചില ആളുകൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അല്ലേ? എന്ത് പ്രോബ്ലം കൊടുത്താൽ സോൾവ് ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. അപ്പോൾ ഈ സ്കിൽസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഇത് മേ ബി ഒരൊറ്റ സ്കിൽ ആയിക്കൊള്ളുന്നില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് സ്കിൽസ് ഉണ്ടാവും. മാത്സിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും ആളുകളോട്. സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനമാണ്. ഓക്കെ, അതേപോലെ തന്നെ നന്നായി കൊളാബറേറ്റ് ചെയ്യുന്ന നല്ലൊരു ടീം പ്ലെയർ ആയിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷേ ചില ആളുകളുണ്ടാവും ഒറ്റയ്ക്കൊരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ നന്നായിട്ട് കഥകൾ പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല സ്കിൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്കിൽസൊക്കെ എഴുതി വെക്കുക. ഈ സ്കിൽസ് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുള്ള ഏതൊക്കെ കോഴ്സുകളിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുക. സോ ഡെഫിനറ്റ്ലി ഒരു മാത്തമാറ്റിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലോട്ട് പോകാനുള്ള ഒരു ചാൻസസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നല്ല RTT സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് ഫോർ എക്സാമ്പിൾ എഴുതിയേക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡിസൈൻ ഒരു BDES കോഴ്സിന് പോകാം, അല്ലെങ്കിൽ ഈവൺ എഞ്ചിനീയറിംഗിൽ തന്നെ ഒരു ഡിസൈൻ റിലേറ്റഡ് സിവിൽ റിലേറ്റഡ് ഫീൽഡുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ ആർക്കിടെക്ചറിലോട്ട് പോകാം, അല്ലേ? ഇങ്ങനത്തെ 2-3 ഫീൽഡ് ഒരൊറ്റ സ്കില്ലിന് നേരെ നമുക്ക് എഴുതിയേക്കാൻ സാധിക്കും. ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ നല്ലൊരു ഡോക്ടർ ആവാൻ, കാരണം ഡോക്ടർക്ക് നല്ലൊരു ഡയഗ്നോസ്റ്റിക് സ്കില്ല് വേണം. ചിലപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ഏരിയാസ് ഫോർ എക്സാമ്പിൾ എഴുതിയേക്കാം. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സെയിൽസിലോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് എന്താ പറയുക ഒരു ബിസിനസ് റിലേറ്റഡ് റോളിലോട്ട് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മേ ബി ഈവൻ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മറ്റാളുകളോട് വേണം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് സ്പീക്കർ ആവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതിയേക്കാൻ പറ്റും. നിങ്ങൾക്ക് ടീച്ചർ ആവാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിയേക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കിൽസ്, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 സ്കിൽസ് ഇതാണ്. അതിൽ ചിലതിൽ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചിലതിൽ ഒരു മോഡറേറ്റ്ലി സ്ട്രോങ് ആയിരിക്കും. അതിൽ നിന്ന് എനിക്ക് പോകാവുന്ന നല്ല കരിയർ ഓപ്ഷൻസ് ഇന്നതാണ്. ഇത് നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, അത് വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഈ സ്കിൽസ് എങ്ങനെ കണ്ടെത്താം? നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്ത് കണ്ടെത്താം. നിങ്ങൾക്ക് മേ ബി ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം, റൈറ്റ്? ഇന്ന് അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനി മൂന്നാമത്തത്, ഈ സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ളൊരു ജോബ്സ്, ഇപ്പോൾ നിങ്ങൾക്കൊരു 5 സ്കിൽസും ഒരു 10 ജോബ്സും ചിലപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇതിലെവിടെയാണ് ഏത് ജോബിനാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസൈൻ റിലേറ്റഡ് ഇതുണ്ട്, അതേപോലെ തന്നെ ഒരു ടീച്ചിങ് റോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ടീച്ചിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ മേ ബി ഒരു സ്കൂൾ ലെവൽ ടീച്ചിങ് ആണെങ്കിൽ യുവർ ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ലിമിറ്റഡ്, നിങ്ങളുടെ ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും. നേരെ മറിച്ച് ചിലപ്പോൾ ഒരു ഡിസൈനറായി അതിൻ്റെ ഒരു ടീച്ചിങ്ങിലോട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിലോ ദാറ്റ് മൈറ്റ് ബി എ ബെറ്റർ കരിയർ ഓപ്ഷൻ ഫോർ യു, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാനും ഒരു ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചർ ആവാനും ആപ്റ്റിറ്റ്യൂഡ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറായതിനു ശേഷം മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ ആവുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ 2 ഓപ്ഷനാണുള്ളത്. ഞാൻ ഒന്നുകിൽ ഡോക്ടറായി ഇങ്ങനെ പോകും, അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ യു വാണ്ട്?
ഇതും കരിയറിൽ വളരെ പ്രധാനമാണ്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു 24/7 അലേർട്ട് ആയിരിക്കേണ്ട ഒരാളാണ്. മേ ബി ഒരു കോളേജ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു 9 to 5 ജോബിൽ കുറേ കാര്യങ്ങൾ അയാളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ത് കൈൻഡ് ഓഫ് ജോബ്സാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് സാലറി ആയിരിക്കും ആവശ്യം, ഫൈനാൻഷ്യൽ ബേർഡൻ ഫാമിലിക്ക് ഉണ്ടാവും. ഒരു ഡോക്ടർ ആണെങ്കിൽ ഇന്ന രീതിയിൽ കരിയർ പ്രോഗ്രസ് ചെയ്ത് ഇത്ര സാലറി നിങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരു പ്രൊഫസർ ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സ്റ്റാഗ്നേറ്റ് ആയിരിക്കും. ഡോക്ടറെ പോലെ ഒരു ഡോക്ടറെക്കാൾ അധികം ചിലപ്പോൾ ഒരു പ്രൊഫസർക്ക് സാലറി കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ പ്രൊഫസർമാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഡിസിഷൻസ് നമുക്ക് ഇൻ്റലിജൻ്റ്ലി നമുക്ക് എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ താല്പര്യപ്പെടുന്ന ഏരിയയിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വളരെ ഫാൻറ്റസി ആയിട്ടുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ടാകും, റൈറ്റ്? ഒരു ഫോർമുല 1 ഡ്രൈവർ ആവണം. എന്നോട് ഒരാൾ പറഞ്ഞത് ഫോർമുല 1 ഡ്രൈവർ ആവണം. ഫോർമുല 1 ഡ്രൈവർ ആണെങ്കിൽ അയാൾ നേരത്തെ അതിനുള്ള പ്രാക്ടീസ് തുടങ്ങി നല്ല സ്കിൽ സെറ്റ് കാര്യങ്ങൾ അയാളെ സംബന്ധിച്ചിടത്തോളം വേണം. പക്ഷേ എന്താണ്, ഈ ഒരു ഫോർമുല 1 ഡ്രൈവർ ആവുക എന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ വളരെ കുറച്ച് ആളുകളിൽ എല്ലാവർക്കും ഹൈ സാലറി, ഹൈ ഇൻകം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ലൈഫ് സ്റ്റൈലൊക്കെ കിട്ടുന്ന ഒന്നായിരിക്കും ഒരു ഫോർമുല 1 ഡ്രൈവർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിക്കറ്റിൽ പോകണം, നിങ്ങൾക്ക് ഒരു IPL മാച്ച് കളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഡെഫിനറ്റ്ലി ഹൈലി സ്കിൽഡ് ആവണം. പക്ഷേ എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിങ്ങൾ സ്കിൽഡ് ആവുക എന്നുള്ളതിന് പുറമെ വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ചിലർ ക്രിക്കറ്റിൽ ഒരു IPL കളിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ആളുകൾക്ക് ഹൈ സാലറി, ഹ്യൂജ് ഇൻകം ഉണ്ടാകുമ്പോൾ മേ ബി അതിൻ്റെ താഴെ കളിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത്രത്തോളം ഇൻകം കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഹൈലി സ്കിൽഡ് ആണെങ്കിൽ മാത്രം നീഷ് ഫീൽഡുകളിലോട്ട്, കുറച്ച് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഫീൽഡുകളിലോട്ട് പോവുക എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മുടെ സ്കില്ലും ഒരു ജോബ് അവൈലബിലിറ്റിയും തമ്മിലുള്ള ഒരു ബാലൻസ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായും ആലോചിക്കുക. അപ്പോൾ നമുക്ക് മാത്സിൽ സ്കില്ലുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് മാത്സിൽ സ്കില്ലുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്. നമുക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മേ ബി ഒരു മാത്സ് ടീച്ചറായിട്ട് അല്ലെങ്കിൽ മാത്സിൽ നമുക്കൊരു കരിയർ പേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് പോകാം. എവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ഡെഫിനറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണിത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ IIT എങ്ങനെ എത്താമെന്നതിനെ കുറിച്ചൊരു വെബിനാർ നടത്തുന്നത്. ആസ് എൻ IIT ഞാനും അതേപോലെ മറ്റ് IIT ഗ്രാജുവേറ്റ്സ് ഒക്കെ സംസാരിക്കും. അപ്പോൾ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, ഒരു ക്ലാസ് 5 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസിനും പാരൻസിനും വേണ്ടിയിട്ടാണ് ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനൊക്കെ വേണ്ടിയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. വളരെ സാന്ദർഭികമായിട്ട് ഇത് പറഞ്ഞു എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഒരു സ്കിൽ എന്താണ്, അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്, അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയകൾ നമ്മൾ ചൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് ബെറ്റർ കരിയറിലോട്ട് എത്താൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് കരിയറിലോട്ട് പോകുകയാണെങ്കിലും ആ കരിയറിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് വേണം. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഗൈനക്കോളജിസ്റ്റ് ആവണം, ഞാൻ 9 to 5 ജോബേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഗൈനക്കോളജിസ്റ്റ് ആവാൻ പറ്റുമോ? ഇല്ല. അയാൾ ഏത് സമയത്തും കോൾ എടുക്കാൻ റെഡി ആയിരിക്കണം. കാരണം ആൾക്കാർ പല സമയത്തും പ്രസവിക്കാം, 9 to 5 മാത്രമല്ല ആൾക്കാർ പ്രസവിക്കാം, അല്ലേ? ഫോർ എക്സാമ്പിൾ. അതേപോലെ തന്നെ അവിടെ നിന്നുള്ള ആളുകൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്താണ്, അല്ലേ? ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമുക്ക് എന്ത് കൈൻഡ് ഓഫ് സാലറി ആണ് വേണ്ടത്? ചില ആൾക്ക് നല്ല സാലറി ഉള്ള ജോബ് വേണ്ടി വരും, ചില ആൾക്കാർക്ക് മോഡറേറ്റ് സാലറി ആണ് മതി. പക്ഷേ എനിക്ക് എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ആണ് പ്രധാനം. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കേസ് എടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാലറി എന്നതിനേക്കാളും പ്രധാനം എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അത് എൻ്റെ പ്രയോറിറ്റിയാണ്. ഇതല്ലാതെ പ്രയോറിറ്റി തെറ്റൊന്നുമല്ല, ഇത് എൻ്റെത് ശരി ബാക്കിയുള്ളവർ തെറ്റൊന്നുമല്ല. പക്ഷേ ബാക്കി പ്രയോറിറ്റി ഉള്ളവർക്ക് അത് സെലക്ട് ചെയ്യാം, അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗ്രാഫിക് ഡിസൈനിലോട്ട് പോകണം. അപ്പോൾ ഡിസൈൻ സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യുന്ന, അഡ്വർടൈസിങ് ഫേംസിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് സംസാരിക്കുക. എന്താണ് അവിടുത്തെ ഒരു ഗ്രോത്ത് ട്രജക്ടറി, ആവറേജ് എത്ര സാലറി ഇവിടെ കിട്ടും? മേ ബി നിങ്ങൾ മിഡിൽ ഈസ്റ്റിലോട്ട് പോകണം, അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് പോകണം, US പോകണം, നിങ്ങൾക്ക് എത്രത്തോളം സാലറി കിട്ടും? അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിമാൻഡ് ചെയ്യുന്നത്? ഏത് സമയത്തും നമ്മൾ ഡിസൈൻ ചെയ്യാൻ റെഡി ആയിരിക്കണോ? അതല്ല നമുക്കൊരു 9 to 5 ജോബാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ എന്ത് കോഴ്സ് ഇതിനനുസരിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിലും ഏറ്റവും നല്ല സ്ഥലത്ത് പോയി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. ഏത് കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ചെന്ന് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജോബ് മാർക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചേഞ്ച് ചെയ്യുന്ന ജോബ് മാർക്കറ്റിലോട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, ഇപ്പോൾ AI വന്ന് കുറേ ജോബ്സിന് ഇമ്പാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓട്ടോമേഷൻസ് കുറേ കാര്യങ്ങൾ ഇമ്പാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ലെവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടണം, നമുക്ക് നല്ല നെറ്റ്വർക്ക്സ് ഉണ്ടാവണം. അതിന് ഏറ്റവും പ്രധാനം നമ്മൾ നല്ലൊരു സ്ഥലത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നല്ലൊരു സ്ഥലത്ത് പോയി പഠിക്കുക എന്നുള്ളത്, ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പോയി പഠിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റൈറ്റായി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക്
ഏത് കോഴ്സിനാണ് ഏറ്റവും സ്കോപ്പ് ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ താഴെ വന്ന് നെഗറ്റീവായി കമൻ്റ് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം എന്താ പറയുക, കുറേ വീഡിയോ കേട്ടു, ഇത് ടൈം വേസ്റ്റാണ്, ഏത് കോഴ്സാണെന്ന് മനസ്സിലായില്ല. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് സ്കോപ്പാണ് ഉള്ളത് എന്നുള്ളത്, നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ തിങ്ക് ഇൻ ദാറ്റ് ലൈൻസ് ആൻഡ് ദാറ്റ് വിൽ ബി എ വണ്ടർഫുൾ ഐഡിയ ടു ഹാവ്. നിങ്ങൾ ഇതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് താഴെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഐ വിൽ ട്രൈ ടു ആൻസർ ആസ് മച്ച് ആസ് പോസിബിൾ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ലോട്ട്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.